Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറയുന്ന ബി എ ഇംഗ്ലീഷിൻ്റെ കോർ പേപ്പർ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ്. രണ്ടാമത്തെ യൂണിറ്റിലെ 1 മാർക്സ് ക്വസ്റ്റ്യൻസ് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റിൻ്റെ പേര് പറഞ്ഞിരുന്നു എവല്യൂഷൻ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ളതാണ്. അതായത് ലിറ്ററേച്ചറിൻ്റെ പരിണാമം, എവല്യൂഷൻ ഓഫ് ലിറ്ററേച്ചറിൻ്റെ പരിണാമം എന്നുള്ളതാണ്. എവല്യൂഷൻ ഓഫ് ലിറ്ററേച്ചർ, ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിണാമം എന്നാണ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കട്ടെ. ഡിസ്കസ് ദ നേച്ചർ ഓഫ് ലിറ്ററേച്ചർ റിട്ടൺ ഡ്യൂറിങ് ദ വിക്ടോറിയൻ പീരീഡ്. നിങ്ങൾ വിക്ടോറിയൻ പീരീഡ് എന്ന് കേട്ടില്ലേ? വിക്ടോറിയൻ പീരീഡിൽ എഴുതിയിട്ടുള്ള ലിറ്ററേച്ചറിൻ്റെ സ്വഭാവം, അതിൻ്റെ നേച്ചർ, അതിൻ്റെ പ്രകൃതം ഡിസ്കസ് ചെയ്യാം. 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യനൊക്കെ ആയിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. നമുക്ക് ആൻസർ ഞാൻ പറയാൻ ശ്രദ്ധിച്ചോളൂ. ദ ബിഗിനിങ് ഓഫ് ദ വിക്ടോറിയൻ പീരീഡ് took place during the second quarter of the 19th century. 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലാണ് വിക്ടോറിയൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ബിഗിനിങ് ഓഫ് ദ വിക്ടോറിയൻ പീരീഡ് took place during the second quarter of the 19th century. 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലാണ് വിക്ടോറിയൻ പീരീഡ് തുടങ്ങുന്നത്. The Victorian era was a very prolonged period. ഈ വിക്ടോറിയൻ ഇറ, വിക്ടോറിയൻ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ദീർഘമായിട്ടുള്ള, പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു പീരീഡാണത്. എന്താണ് ആ പീരീഡിൻ്റെ പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓഫ് കോംപ്ലക്സിറ്റീസ്, എല്ലാ മേഖലകളിലും സങ്കീർണതകൾ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. The period witnessed great change and progress in all spheres of life. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ഒരു കാലഘട്ടം വലിയ മാറ്റങ്ങൾക്കും പുരോഗതികൾക്കും ദൃക്സാക്ഷിയായി വിറ്റ്നസ്ഡ്. It was an era of material affluence. മെറ്റീരിയൽ ആഫ്ലുവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്ലുവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം എന്ന, അതായത് മെറ്റീരിയൽ ആഫ്ലുവൻസ്, അതായത് ഭൗതികമായിട്ടുള്ള, അതായത് ഭൗതികമായ വസ്തുക്കൾ വളരെയധികം ആ മേഖലകളിൽ ഐശ്വര്യമുണ്ടായ ഒരു കാലഘട്ടം. അഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, പുരോഗതി. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അവൈക്കണിങ്, രാഷ്ട്രീയമായിട്ടുള്ള ഉണർവ്, ഡെമോക്രാറ്റിക് റീഫോംസ്, ജനാധിപത്യപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ, ഇൻഡസ്ട്രിയൽ ആൻഡ് മെക്കാനിക്കൽ പ്രോഗ്രസ്, വ്യാവസായിക മെക്കാനിക്കൽ മേഖലകളിൽ പുരോഗതി, സയന്റിഫിക് അഡ്വാൻസ്മെന്റ്, ശാസ്ത്രീയമായിട്ടുള്ള വ്യാപനം, അഡ്വാൻസ്മെന്റ് ശാസ്ത്രീയമായിട്ടുള്ള മുന്നേറ്റം, എഡ്യൂക്കേഷണൽ എക്സ്പാൻഷൻ, വിദ്യാഭ്യാസ മേഖലയിലെ വ്യാപനം, പുരോഗതി. ഇതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ചില പ്രത്യേകതകൾ, ഗുണങ്ങളായിരുന്നു. ദ ലിറ്ററേച്ചർ ഓഫ് ദിസ് പീരീഡ് വണ്ടർഫുള്ളി റിച്ച് ആൻഡ് വാരീഡ്. ഈ ഒരു കാലഘട്ടത്തിലെ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കാലഘട്ടത്തിലെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വളരെയധികം റിച്ച് ആൻഡ് വാരീഡ് ആയിരുന്നു. വേരീഡ് അതായത് സമ്പന്നവും വൈവിധ്യവും, റിച്ച് ആൻഡ് വാരീഡ്, സമ്പന്നവും വൈവിധ്യവുമായിട്ടുള്ള ഒരു ലിറ്ററേച്ചർ ആയിരുന്നു ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ ആ ഒരു ലിറ്ററേച്ചർ റിച്ച് ആൻഡ് വേരീഡ്, സമ്പന്നവും അതുപോലെ തന്നെ വ്യത്യസ്തവും അല്ലെങ്കിൽ വൈവിധ്യവുമായിട്ടുള്ള ആ ഒരു സാഹിത്യം, ഇൻ പേഴ്സണൽ ക്വാളിറ്റി, വ്യക്തിപരമായിട്ട് ആ ഒരു കാലഘട്ടത്തെ എടുത്തു പറയുമ്പോൾ മറ്റു കാലഘട്ടങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു ലിറ്ററേച്ചർ, എംബഡീസ് ദ സ്പിരിറ്റ് ഓഫ് ദ ഏജ്, ആ കാലഘട്ടത്തിൻ്റെ സ്പിരിറ്റ്,
ആളുകളുടെ സ്പിരിറ്റ് സാഹിത്യത്തിനും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന്റെ സ്പിരിറ്റ് ഓഫ് ദി ഏജിന്റെ സ്പിരിറ്റ് ആ ഒരു ലിറ്ററേച്ചറിൽ പ്രതിഫലിച്ചിരുന്നു. ദ വിക്ടോറിയൻ ഇറ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ കറൻസ് ഓഫ് ഫിലോസഫി ആൻഡ് ക്രിറ്റിസിസം. വിക്ടോറിയൻ കാലഘട്ടത്തിന്റെ സവിശേഷതയായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാം. അതായത് കറൻസ് ഓഫ് ഫിലോസഫി ആൻഡ് ക്രിറ്റിസിസം, അതായത് തത്വചിന്തയുടെയും അതുപോലെ തന്നെ വിമർശനം, ക്രിറ്റിസിസം, നിരൂപണത്തിൻ്റെയും ഒരു പ്രവാഹം തന്നെ. അപ്പം ഇത്തരം ആളുകൾ വളരെ വ്യാപകമായിട്ട് ഫിലോസഫേഴ്സും അതുപോലെ തന്നെ ക്രിട്ടിക്സും ഉള്ള ഒരു കാലഘട്ടമായിരുന്നു വിക്ടോറിയൻ ഏജ്. പ്രോസ് അറ്റൈൻഡ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ദാൻ പോയട്രി. ഈ കാലഘട്ടത്തിൽ പോയട്രിയേക്കാൾ പ്രാധാന്യം പ്രോസ് കൈവരിച്ചിരുന്നു. ദ ത്രീ ഗ്രേറ്റസ്റ്റ് നെയിംസ് അണ്ടർ വിക്ടോറിയൻ പോയട്രി ആർ. വിക്ടോറിയൻ പോയറ്റ്സ് എന്ന ടൈറ്റിലിന് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട 3 കവികളായിരുന്നു ആരെല്ലാം? പ്രധാനപ്പെട്ട 3 വിക്ടോറിയൻ പോയറ്റ്സ് ആണ് ആൽഫ്രഡ് ടെന്നീസൺ, റോബർട്ട് ബ്രൗണിങ്, മാത്യു അർണോൾഡ്. വിക്ടോറിയൻ കാലഘട്ടവുമായി റിലേറ്റഡ് ആയ ഗ്രേറ്റസ്റ്റ് പോയറ്റ്സ് ആണ് ആൽഫ്രഡ് ടെന്നീസൺ, റോബർട്ട് ബ്രൗണിങ് ആൻഡ് മാത്യു അർണോൾഡ്. ടെന്നീസൺ ഈസ് ദ മോസ്റ്റ് റെപ്രസെന്റേറ്റീവ് പോയറ്റ് ഓഫ് ദി വിക്ടോറിയൻ ഏജ്. ഇവരിൽ തന്നെ വിക്ടോറിയൻ ഏജിന്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് വിശേഷിപ്പിക്കപ്പെടുന്നത് ആൽഫ്രഡ് ടെന്നീസൺ ആണ്. ഹിസ് പോയട്രി ഈസ് എ റെക്കോർഡ് ഓഫ് ദ ഇന്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് ഓഫ് ദ ടൈം. ആ കാലഘട്ടത്തിൻ്റെ ആത്മീയമായ ബുദ്ധിപരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു രേഖയായിരുന്നു, ഒരു വിവരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിത. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ വിവരണം. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഇന്റലക്ച്വൽ അതുപോലെ തന്നെ സ്പിരിച്വൽ ലൈഫ് വിവരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാം. ബ്രൗണിങ് ഡീൽഡ് വിത്ത്, മറ്റൊരു കവിയാണ് ബ്രൗണിങ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ കൈകാര്യം ചെയ്തിരുന്നത് സബ്ജക്ട്സ് ദാറ്റ് വർ റഫ് ആൻഡ് അഗ്ലി. കുറച്ച് വിരൂപവും അതുപോലെ തന്നെ അല്പം റഫായിട്ടുള്ളതുമായ പരുക്കനായിട്ടുള്ള വിഷയങ്ങളാണ് ബ്രൗണിങ്ങിന്റെ കവിതകൾ ഡീല് ചെയ്തിരുന്നത്. മാത്യു അർണോൾഡ് സ്റ്റാൻഡ്സ് ആസ് എ പോയറ്റ് ക്രിറ്റിക് ആൻഡ് ഡിഫൈൻ പോയട്രി ആസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. മറ്റൊരു കവിയായിരുന്നു മാത്യു അർണോൾഡ്. അദ്ദേഹം ഒരു പോയറ്റ് ക്രിറ്റിക്, ഒരു കവി നിരൂപകനായിട്ട് അദ്ദേഹം നിലകൊണ്ടു. മാത്രമല്ല കവിതയെ ജീവിതത്തിൻ്റെ ഒരു വിമർശനമായിട്ട്, ക്രിറ്റിസിസം ഓഫ് ലൈഫ് ആണ് പോയട്രി എന്ന് അദ്ദേഹം ഡിഫൈൻ ചെയ്തു. അപ്പൊ മാത്യു അർണോൾഡ് ആണ് കവിതയ്ക്ക് ഇത്തരം ഒരു നിർവചനം നൽകിയത്. ഏത് നിർവചനം? ഡിഫൈൻ പോയട്രി ആസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ നിരൂപണമാണ് കവിത എന്നൊരു ഡെഫിനിഷൻ കവിതയ്ക്ക് അദ്ദേഹം നൽകി. ദ വിക്ടോറിയൻ ഏജ് ഷോസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഫിക്ഷൻ ആൻഡ് നോവൽസ്. ഇതിൻ്റെ എല്ലാം പുറമെ നോവലിൻ്റെയും അതുപോലെ തന്നെ ഫിക്ഷൻ ഇവയുടെ ഒരു ഡെവലപ്മെന്റ് വിക്ടോറിയൻ ഏജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വിക്ടോറിയൻ ഏജിൽ നോവലും അതുപോലെ തന്നെ ഫിക്ഷനൊക്കെ, നോവൽസും ഫിക്ഷനൊക്കെ ഡെവലപ്പ് ചെയ്തു. ദ നോവലിസ്റ്റ്സ് ഓഫ് ദ ഇറ, ഈ കാലഘട്ടത്തിലെ പ്രധാന നോവലിസ്റ്റുകളായിരുന്നു ആരെല്ലാം? ചാൾസ് ഡിക്കൻസ്, തോമസ് ഹാർഡി, ജോർജ് എലിയറ്റ്. ഇവരൊക്കെയായിരുന്നു വിക്ടോറിയൻ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നോവലിസ്റ്റുകൾ. മാത്രമല്ല ഇവരുടെ നോവലുകൾ അതുപോലെ തന്നെ ഇവരും occupy a high place in the history of English fiction. ഇംഗ്ലീഷ് ഫിക്ഷന്റെ ചരിത്രത്തിൽ തന്നെ ഈ 3 പേർക്കും വളരെ ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നു. The Victorian non-fictional prose also has rich tradition.
വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഫിക്ഷന് മാത്രമല്ല നോൺ ഫിക്ഷണൽ പ്രോസിനും ഒരു വളരെ വലിയ പാരമ്പര്യം, സമ്പന്നമായിട്ടുള്ള ഒരു പാരമ്പര്യം നോൺ ഫിക്ഷണൽ പ്രോസിനും ആ കാലഘട്ടത്തിൽ ഉണ്ട്. The non-fictional writings of the period are known as sage writings. വിക്ടോറിയൻ കാലഘട്ടത്തിലെ നോൺ ഫിക്ഷണൽ റൈറ്റിംഗ്സ് അറിഞ്ഞിരുന്ന പേരാണ്, ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? സേജ് റൈറ്റിംഗ്സ്. സേജ് റൈറ്റിംഗ്സ് എന്ന പേരിലാണ് വിക്ടോറിയൻ കാലഘട്ടത്തിലെ നോൺ ഫിക്ഷണൽ റൈറ്റിംഗ്സ് അറിയപ്പെട്ടിരുന്നത്. The literary importance of the era is as great as the Elizabethan dramas of the Elizabethan age. അതായത് എലിസബത്തൻ ഏജിലെ, എലിസബത്തൻ കാലഘട്ടത്തിലെ, ആ കാലഘട്ടത്തിലെ എലിസബത്തൻ കാലഘട്ടത്തിലെ നാടകങ്ങൾക്ക് എന്ത് പ്രാധാന്യമാണോ, ഇമ്പോർട്ടൻസ് ആണോ ഉണ്ടായിരുന്നത്, അതേ പ്രാധാന്യം വിക്ടോറിയൻ കാലഘട്ടത്തിലെ ലിറ്ററേച്ചറിന് ലഭിച്ചിരുന്നു. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് താഴെ പറയുന്നവയെ കുറിച്ചുള്ള ഷോർട്ട് നോട്ട്സ് ആണ്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. താഴെ പറയുന്നവയെ കുറിച്ച് ഷോർട്ട് നോട്ട്സ് എഴുതുക. അപ്പൊ കുട്ടികൾ, നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് വിക്ടോറിയൻ ലിറ്ററേച്ചർ ആണ്, അല്ലേ? വിക്ടോറിയൻ പീരീഡ് ആണ്. ഡിസ്കസ് ദ നേച്ചർ ഓഫ് ലിറ്ററേച്ചർ റിട്ടൺ ഡ്യൂറിങ് ദ വിക്ടോറിയൻ പീരീഡ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എലിസബത്തൻ ലിറ്ററേച്ചർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യമാണ് ഏത്? എലിസബത്തൻ ലിറ്ററേച്ചർ. അപ്പോൾ ശ്രദ്ധിക്കാം, എലിസബത്തൻ പീരീഡിന് 3 പേരുകളുണ്ട്. ഒന്ന് എലിസബത്തൻ പീരീഡ്, മറ്റൊന്ന് റെനൈസൻസ് പീരീഡ്, മറ്റൊന്ന് ദ ഏജ് ഓഫ് ഷേക്സ്പിയർ. അപ്പൊ ഇതിൽ 3നെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ ചോദിച്ചാലും ആൻസർ സെയിം ആണ്, മറക്കരുത്. എലിസബത്തൻ പീരീഡ് എന്ന് ചോദിച്ചാലും ദ റെനൈസൻസ് പീരീഡ്, അതുപോലെ തന്നെ ദ ഏജ് ഓഫ് ഷേക്സ്പിയർ. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ ഒരു 3 പേരിലും അറിയപ്പെടുന്ന ഈ കാലഘട്ടം ഈസ് കൺസിഡേർഡ് ദ ഗോൾഡൻ ഏജ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് ഏത്? എലിസബത്തൻ പീരീഡ്, അല്ലെങ്കിൽ റിനൈസൻസ് പീരീഡ്, അല്ലെങ്കിൽ ദ ഏജ് ഓഫ് ഷേക്സ്പിയർ. ഡ്യൂറിംഗ് ദ പീരീഡ് ദ ലിറ്റററി ഫോം ഡ്രാമ ഫ്ലറിഷ്ഡ് അബണ്ടന്റ്ലി. ഈ കാലഘട്ടത്തിൽ ഡ്രാമ എന്ന് പറയുന്ന സാഹിത്യ രൂപമാണ് തഴച്ചു വളർന്നത്. ഫ്ലറിഷ്ഡ് അബണ്ടന്റ്ലി. ഈ കാലഘട്ടത്തിൽ ഡ്രാമയാണ് വളരെയധികം തഴച്ചു വളർന്നത്, വളരെ ഡെവലപ്പ് ചെയ്തത്. ദ മെയിൻ പ്ലേറൈറ്റ്സ് ഓഫ് ദിസ് പീരീഡ് വേർ. ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നാടകകൃത്തുക്കൾ ആരൊക്കെയായിരുന്നു? ഒന്ന് വില്യം ഷേക്സ്പിയർ, ക്രിസ്റ്റഫർ മാർലോ, ബെൻ ജോൺസൺ, തോമസ് കിഡ്. ഇവർ ചിലർ മാത്രമാണ്, എക്സെട്ര. എല്ലാവരും പേരുമില്ല. ഒന്നുകൂടി പറയാം: വില്യം ഷേക്സ്പിയർ, ക്രിസ്റ്റഫർ മാർലോ, ബെൻ ജോൺസൺ, തോമസ് കിഡ്. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്ലേസ്. ഈ കാലഘട്ടത്തിലെ നാടകങ്ങളുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ഡീലിംഗ് വിത്ത് തീംസ് ഓഫ് റിവെഞ്ച്. ഈ കാലഘട്ടത്തിലെ നാടകങ്ങളിൽ റിവെഞ്ച് നമുക്ക് തീമായിട്ട് കാണാം. എന്താ മക്കളെ? റിവെഞ്ച്, പ്രതികാരം. അതുപോലെ തന്നെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, ആത്മസംഘർഷങ്ങള്, സോളിലോക്കീസ്, ആത്മഗതം. സോളിലോക്കിയുടെ മലയാളമാണ് ആത്മഗതം. എന്താ ആത്മഗതം എന്ന് പറഞ്ഞാൽ? ആത്മഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കഥാപാത്രം അയാൾ സ്വയം സംസാരിക്കുക, അതാണ് സോളിലോക്കി, ആത്മഗതം. ഷേക്സ്പിയറിന്റെ നാടകങ്ങളിൽ മിക്കവാറും നമുക്ക് ഈ സോളിലോക്കി നമുക്ക് കാണാൻ കഴിയും. എലിസബത്തൻ പോയട്രി. അടുത്തതായിട്ട് എലിസബത്തൻ പോയട്രി ആണ്. ഈസ് വൺ ഓഫ് ദി, അതായത് എലിസബത്തൻ പോയട്രി എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ആ കാലഘട്ടത്തിൽ, അതായത് നാടകമാണ് എന്ത് ചെയ്തത്? വളരെയധികം ഫ്ലറിഷ് ചെയ്തത്. ഇനി വൺ ഓഫ് എലിസബത്തൻ പോയട്രിയും മോശമല്ല. എലിസബത്തൻ പോയട്രി ഈസ് വൺ ഓഫ് ദി ഗ്ലോറീസ് ഓഫ് എലിസബത്തൻ ലിറ്ററേച്ചർ. അതായത് എലിസബത്തൻ ലിറ്ററേച്ചറിന്റെ ഗ്ലോറി,
അതിൻ്റെ പ്രശസ്തിയിൽ ഒന്ന് ഡ്രാമ, മറ്റൊന്നാണ് എന്ത് പോയട്രി. എലിസബത്തൻ പോയട്രി ഈസ് വൺ ഓഫ് ദി ഗ്ലോറീസ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഏത്? എലിസബത്തൻ പോയട്രി. ദ പോയട്രി ഓഫ് ദിസ് പീരീഡ് ഈസ് റിമാർക്കബിൾ. ഈ കാലഘട്ടത്തിലെ പോയട്രി ശ്രദ്ധേയമായിരുന്നു. എന്തുകൊണ്ട് ശ്രദ്ധേയമായിരുന്നു? ഫോർ ദ സ്പിരിറ്റ് ഓഫ് ഇമാജിനേഷൻ. അപ്പൊ ഈ കാലഘട്ടം, എലിസബത്തൻ കാലഘട്ടത്തിലെ പോയട്രിയുടെ പ്രത്യേകതയാണ് സ്പിരിറ്റ് ഓഫ് ഇമാജിനേഷൻ. അതായത് വളരെയധികം ഭാവന നിറഞ്ഞതായിരുന്നു. ആ കാലഘട്ടത്തിലെ കവിതകളിൽ നമുക്ക് എന്ത് കാണാം? സ്പിരിറ്റ് ഓഫ് ഇമാജിനേഷൻ. അതായിരുന്നു ആ കാലഘട്ടത്തിൽ, എലിസബത്തൻ കാലഘട്ടത്തിലെ കവിതകളുടെ സവിശേഷത, റിമാർക്കബിൾ, എടുത്തു പറയേണ്ടത്. നമ്മൾ ആ കാലഘട്ടത്തിലെ കവിതകളിലെ സ്പിരിറ്റ് ഓഫ് ഇമാജിനേഷനെയാണ് നമ്മൾ റിമാർക്കബിൾ, നമ്മൾ എടുത്തു പറയേണ്ടത്. ഓൾ വെറൈറ്റീസ് ഓഫ് പോയറ്റിക് ഫോംസ്. ആ കാലഘട്ടത്തിൽ, എലിസബത്തൻ കാലഘട്ടത്തിൽ എല്ലാ പോയട്രിയിലെ എല്ലാ വെറൈറ്റീസും, എല്ലാ രൂപങ്ങളും, ലിറിക്സ്, എലിജീസ്, ഓഡ്സ്, സോണറ്റ്സ് എക്സെട്ര, ഇങ്ങനെ എല്ലാ രൂപങ്ങൾക്കും, കവിതയിലെ എല്ലാ വെറൈറ്റീസിനും എലിസബത്തൻ കാലഘട്ടത്തിൽ വേർ ആക്സെപ്റ്റഡ്, സ്വീകാര്യത ഉണ്ടായിരുന്നു. ദ മോസ്റ്റ് പ്രോമിനന്റ് എമംഗ് ദം വാസ് ദ സോണറ്റ് ഫോം. എന്നാൽ എല്ലാ ഫോമിനും, എല്ലാ രൂപങ്ങൾക്കും, എലിജിക്കും, ഓഡിനും, സോണറ്റിനും, അതുപോലെ തന്നെ എല്ലാറ്റിനും സ്വീകാര്യത ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഏറ്റവും പ്രോമിനന്റ് ആയിരുന്നത്, മുന്നിട്ട് നിന്നിരുന്നത്, പ്രിഡോമിനൻസ് മീൻസ് പ്രോമിനന്റ്, ആധിക്യമുണ്ടായിരുന്നത്, മുൻനിരയിൽ മുന്നിട്ട് നിന്നിരുന്നത് സോണറ്റ് തന്നെ ആയിരുന്നു. അപ്പൊ ഇത്രയാണ് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? എലിസബത്തൻ ലിറ്ററേച്ചറിനെ കുറിച്ച് ഷോർട്ട് നോട്ട് പറയാനുള്ളത്. ഇനിയും ഷോർട്ട് നോട്ട് തന്നെയാണ് പറയുന്നത്. ഇനി 3 കാര്യങ്ങൾ ഒരൊറ്റ ഷോർട്ട് നോട്ടിലാണ് വരുന്നത്. അതായത് ഇതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ മിറക്കിൾ പ്ലേസ്, മൊറാലിറ്റി പ്ലേസ്, ഇന്റർലൂഡ്സ്. ഈ 3നെ കുറിച്ചും ഷോർട്ട് നോട്ട്, 3ഉം പാടെ ഒറ്റ ഷോർട്ട് നോട്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൽ ഇതിൽ ഓരോന്നിനെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ മാത്രം തന്നിട്ടില്ല. അപ്പൊ 3ഉം പാടെ ചേർത്തിട്ട്, ടെക്സ്റ്റിലും അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തേത് മിറക്കിൾ പ്ലേസ്. എന്താണ് മിറക്കിൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ? മിറാക്കിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അത്ഭുതം. എവിടെങ്കിലുമൊക്കെ പറയില്ലേ, എന്തെങ്കിലുമൊക്കെ മിറാക്കിൾ സംഭവിക്കേണ്ടിയിരുന്നു പറയില്ലേ, മിറാക്കിൾ, അത്ഭുതം. അപ്പൊ മിറാക്കിൾ പ്ലേസ്, മിറാക്കിൾ പ്ലേസ് വേർ സ്റ്റോറീസ് ടേക്കൺ ഫ്രം ദ ബൈബിൾ. ബൈബിളിൽ നിന്നും എടുത്ത കഥകളാണ് മിറാക്കിൾ പ്ലേസ്. ബൈബിളിൽ നിന്നും എടുത്ത കഥകൾ, അത് ഓർത്തു വെക്കട്ടോ, മാറിപ്പോകരുത്. ദ പ്രീസ്റ്റ് ആൻഡ് മോങ്സ് വേർ ദ ആക്ടേഴ്സ്. ഇതിലെ അഭിനേതാക്കൾ എന്ന് പറയുന്നവര് പ്രീസ്റ്റുകള്, പുരോഹിതന്മാരും അതുപോലെ തന്നെ ആൻഡ് മോങ്സ്, സന്യാസിമാരുമായിരുന്നു ഈ നാടകത്തിലെ ആക്ടേഴ്സ്. ദേ വേർ ഓൾസോ നോൺ അസ്. ഈ നാടകങ്ങളുടെ മറ്റൊരു പേരാണ് സെയിൻറ്റ്സ് പ്ലേസ്. സെയിന്റ് അപ്പോസ്ട്രോഫി എസ്, സെയിൻറ്റ്സ് പ്ലേസ്. ആ പേര് ഓർത്ത് വെക്കട്ടോ. അതായത് മൊറാലിറ്റി പ്ലേസിന്റെ, മിറാക്കിൾ പ്ലേസിന്റെ മറ്റൊരു പേരാണ് എന്ത്? സെയിൻറ്റ്സ് പ്ലേസ്. മിറാക്കിൾ പ്ലേസ് ഒറിജിനേറ്റഡ് ഇൻ യൂറോപ്പ് ഇൻ ദ മിഡിൽ ഏജസ്. മിഡിൽ ഏജ് കേട്ടിട്ടുണ്ടോ? മധ്യകാലഘട്ടം. ഈ മധ്യകാലഘട്ടത്തില് യൂറോപ്പിലാണ് മിറാക്കിൾ പ്ലേസ് ഒറിജിനേറ്റ് ചെയ്തത്, രൂപം കൊണ്ടത്. They were performed at public festivals and on holidays. ഈ ഒരു നാടകങ്ങള്, ഇത്തരം നാടകങ്ങള്, അതായത് മിറാക്കിൾ പ്ലേസ് പ്രധാനമായിട്ടും പെർഫോം ചെയ്തിരുന്നത് പബ്ലിക് ഫെസ്റ്റിവൽസിൽ, പൊതു ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഹോളിഡേയ്സിലൊക്കെയാണ് പൊതുവെ പെർഫോം ചെയ്തിരുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് ദ ഓർഡിനാലിയ ട്രിലോജി. എക്സാമ്പിൾ ഓർത്തു വെക്കും. എന്തിനുള്ള എക്സാമ്പിള്? മിറാക്കിൾ പ്ലേസിനുള്ള എക്സാമ്പിൾ ആണ് ദ ഓർഡിനാലിയ ട്രിലോജി.
അടുത്തത് നമുക്ക് പറയാനുള്ളത് മൊറാലിറ്റി പ്ലേസ് ആണ്. മൊറാലിറ്റി പ്ലേസ് ആർ എ ടൈപ്പ് ഓഫ് allegorical drama that teach moral lessons through theatrical performances. അപ്പൊ എന്താണ് മൊറാലിറ്റി പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊറാലിറ്റി പ്ലേസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിയേട്രിക്കൽ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടക അഭിനയത്തിലൂടെ കാണുന്ന ആളുകളെ ഗുണപാഠം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള നാടകമാണ് എന്ത്, മൊറാലിറ്റി പ്ലേസ്. അപ്പൊ ശ്രദ്ധിക്കുക, മൊറാലിറ്റി പ്ലേസ് ആർ എ ടൈപ്പ് ഓഫ് അലിഗോറിക്കൽ ഡ്രാമ. അതായത് ഇത് അലിഗറിക്കൽ ഡ്രാമയാണ്, അതായത് ദൃഷ്ടാന്തങ്ങളുള്ള അല്ലെങ്കിൽ അലിഗറിയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇമാജറികൾ ആന്തരിക അർത്ഥങ്ങളുള്ള നാടകങ്ങളാണ്. ഇന്നർ മീനിങ്സ്, സിംബലുകൾ ഒക്കെ ഇതിൽ വരും. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടീച്ച് മോറൽ ലെസൺസ് ത്രൂ തിയേട്രിക്കൽ പെർഫോമൻസിലൂടെ ആളുകളെ ഗുണപാഠങ്ങൾ പഠിപ്പിക്കുക. ദേ വർ പോപ്പുലർ ഇൻ യൂറോപ്പ് ഡ്യൂറിങ് ദി 15th and 16th centuries. ഇത്തരം നാടകങ്ങൾ 15-16 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വളരെ പോപ്പുലർ ആയിരുന്നു. ഈ നാടകങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പേഴ്സോണിഫൈ മോറൽ ക്വാളിറ്റീസ് ഓർ അബ്സ്ട്രാക്റ്റ് ഐഡിയാസ്. ഇത്തരം നാടകങ്ങളിൽ പേഴ്സോണിഫൈ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥാപാത്രങ്ങളായിട്ട് വ്യക്തികളായിട്ട് മോറൽ ക്വാളിറ്റീസും അബ്സ്ട്രാക്റ്റ് ഐഡിയാസും വരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സച്ച് ആസ് ചാരിറ്റി, വൈസ്, ഡെത്ത് ഓർ യൂത്ത്, ഇതുപോലുള്ളത്. ഇപ്പൊ ചാരിറ്റി, വൈസ് തിന്മ, ഡെത്ത് മരണം, അല്ലെങ്കിൽ യൂത്ത് യൗവനം, ഇതുപോലുള്ള അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ്. ചാരിറ്റി എന്നുള്ള ഒരു ക്വാളിറ്റിയാണ്. വൈസ് തിന്മ എന്നുള്ളത് മോശമാണ്, അതൊരു സംഭവം തന്നെയല്ലേ. ഇതുപോലുള്ള സംഭവങ്ങൾ പേഴ്സോണിഫൈ ചെയ്യുക, കഥാപാത്രമായിട്ട് വരിക. അപ്പൊ ഇത്തരം നാടകത്തിന്, മൊറാലിറ്റി നാടകത്തിനൊരു എക്സാമ്പിൾ ആണ് ഏത്, എവരി മാൻ. മറ്റൊരു എക്സാമ്പിൾ ആണ് മാൻകൈൻഡ്. രണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ട്, എവരി മാൻ എന്നുള്ളതും മാൻകൈൻഡ് എന്നുള്ളതും. അടുത്തത് വരുന്നത് ഇന്റർലൂഡ്സ് എന്നുള്ളതാണ്. ഈ ഇന്റർലൂഡ്സ് എന്നുള്ളത് മിക്കവാറും ഒരു പുതിയ പദമായിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മിറാക്കിൾ പ്ലേസും മൊറാലിറ്റി പ്ലേസും. അടുത്ത ഷോർട്ട് നോട്ട് എഴുതേണ്ടത് ഈ മൂന്നും ഒന്നിച്ചാണ് എഴുതേണ്ടത്. അടുത്തതാണ് ഇന്റർലൂഡ്സ്. അപ്പോൾ തൊട്ട് മുൻപ് പറഞ്ഞ രണ്ട് തരത്തിലുള്ള നാടകങ്ങളായിരുന്നു. എന്നാൽ ഇന്റർലൂഡ്സ് എന്ന് പറയുന്നത് നാടകമല്ല. എന്താ ഇന്റർലൂഡ്സ് എന്നുള്ളത്? ആൻ ഇന്റർലൂഡ് ഈസ് എ ഷോർട്ട് ബ്രേക്ക് ഓർ എ സ്പേസ് ബിറ്റ്വീൻ പാർട്സ് ഓഫ് എ ലാർജർ പെർഫോമൻസ്. അപ്പോൾ ഒരു വലിയ പെർഫോമൻസ്, അതെന്തായിക്കോട്ടെ, ഒരു വലിയ പെർഫോമൻസ് ആണ്. ആ വലിയ പെർഫോമൻസിന് ഇടയിൽ വരുന്ന ഒന്നുകിൽ ഒരു ഷോർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഒരു സ്പേസ്. നമുക്കൊരു നാടകമായിട്ട് തന്നെ കരുതാം. ഒരു വലിയ നാടകം, ജസ്റ്റ് നമുക്കൊരു നാടകമായിട്ട് കരുതാം. ഒരു വലിയ നാടകം, ആ നാടകത്തിന് ഇടയിൽ വരുന്ന ഒരു സ്പേസ്. അപ്പോൾ വലിയൊരു നാടകമാണ്. ആ നാടകത്തിലെ വലിയ രണ്ട് ഭാഗങ്ങൾ, ആ വലിയ രണ്ട് ഭാഗങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ മുഷിപ്പ് തോന്നും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ്, ഫസ്റ്റ് പാർട്ട് വലുതാണ്, അടുത്തതായിട്ട് വരാനുള്ള സെക്കൻഡ് പാർട്ടും വലുതാണ്. ഈ രണ്ട് പാർട്ടിൻ്റെ ഇടയിൽ രണ്ടും ഒരുമിച്ചങ്ങായി കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് പീരീഡും സെക്കൻഡ് പീരീഡും കഴിഞ്ഞാൽ ബ്രേക്ക് ഉണ്ടാവും. എന്തുകൊണ്ടാണ് മൂന്നാമത്തെ പീരീഡ് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാത്തത്? കാരണം മൂന്നാമത്തെ പീരീഡ് കൂടി കൊണ്ടുപോകുമ്പോൾ മടുപ്പുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് വലിയ പാർട്ടിനിടയിൽ വരുന്ന ഒരു ഷോർട്ട് ബ്രേക്കോ അല്ലെങ്കിൽ ഒരു സ്പേസോ, അതിനാണ് ഇന്റർലൂഡ് എന്ന് പറയാം. ഇന്റർലൂഡ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പെർഫോമൻസോ പാട്ടോ എന്തെങ്കിലും തമാശ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അപ്പം എന്തായി കഴിഞ്ഞാലും ഇതിനാണ് നമ്മൾ എന്തു പറയാ, ഇന്റർലൂഡ്. ആൻ ഇന്റർലൂഡ് ഈസ് എ ഷോർട്ട് ബ്രേക്ക് ഓർ എ സ്പേസ് ബിറ്റ്വീൻ പാർട്സ് ഓഫ് ലാർജർ പെർഫോമൻസസ് ഓർ എ ഷോർട്ട് ഡ്രമാറ്റിക് പീസ് ഇറ്റ്സെൽഫ്. അല്ലെങ്കിൽ രണ്ട് വലിയ പാർട്ടിനിടയിൽ വരുന്ന ഒരു ചെറിയ ഡ്രമാറ്റിക് പീസ്. അതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ
ഒരു കോമഡിയോ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു തമാശയോ ഒരു പാട്ടൊക്കെ ആയിട്ട് ഒരു രണ്ട് വലിയ ലാർജർ പീസിന് ഇടയ്ക്ക് വരുന്ന ഷോർട്ട് ബ്രേക്കോ അല്ലെങ്കിൽ ഷോർട്ട് പെർഫോമൻസ് ഒക്കെ ആവാം. ഇനി ഇത്തരം ഇന്റർലൂഡിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ജോൺ ഹേവുഡിന്റെ ദ 4 P's, 4 Pകൾ. ദ 4 FOUR ആണ്, FOUR, ദ 4 P's, 4 Pകൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്: ഡിസ്കസ് ദ നേച്ചർ ഓഫ് ലിറ്ററേച്ചർ ഡ്യൂറിങ് ദ ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്. ഇവിടെ നമ്മൾ 2 കാലഘട്ടമാണ് പറയുന്നത്, ഓൾഡ് ഇംഗ്ലീഷ് പീരീഡും മിഡിൽ ഇംഗ്ലീഷ് പീരീഡും. ഈ 2 കാലഘട്ടത്തിലെയും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. 2 കാലഘട്ടം, ഓൾഡ് ഇംഗ്ലീഷിലെ ലിറ്ററേച്ചറും മിഡിൽ ഇംഗ്ലീഷിലെ ലിറ്ററേച്ചറും. അപ്പം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഓൾഡ് ഇംഗ്ലീഷ് ആണ്. ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ ഓർ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നും ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ എന്നും അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾ ബ്രിട്ടീഷ് ഹിസ്റ്ററി പഠിക്കുന്ന ആളുകൾക്ക് ആംഗ്ലോ സാക്സൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയേണ്ടായിരിക്കും. അത് ഞാൻ പറയേണ്ട കാര്യം ഉണ്ടാവില്ല അല്ലേ. ബ്രിട്ടനിലെ ആദ്യ ഇൻഹാബിറ്റൻസ് ആയിരുന്നു ആര്? ആംഗ്ലോ സാക്സൺസ്. അവരെങ്ങനെ വന്നു, എന്ത് കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷ് ഹിസ്റ്ററി പഠിക്കുന്ന ആളുകൾക്ക്, ഇപ്പൊ നിങ്ങൾക്ക് സബ്ബായിട്ട് ബ്രിട്ടീഷ് ഹിസ്റ്ററി വരുന്നുണ്ടാവുമല്ലോ, അപ്പൊ അതിൽ നിങ്ങൾ പഠിക്കും. സോ ഇപ്പൊ നമ്മളിത് മനസ്സിലാക്കുക, ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ മറ്റൊരു പേരാണ് ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ. ഈ ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മാർക്സ് ദ ഏർലിയസ്റ്റ് ഫേസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ തന്നെ ആദ്യത്തെ ഫേസ്, ആദ്യ ഘട്ടം, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ 1ാം ഘട്ടമാണ് എന്ത്? ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പൊ ഇതിന്ന് മനസ്സിലാക്കുന്നത് ഇതിനു മുൻപ് എന്തില്ല? ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇല്ല. ദിസ് പീരീഡ് കോംപ്രൈസസ്, ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നത്, അതിൽ വരുന്നത് those works that were produced from the 5th century AD to, അതായത് ഇവിടെ വരുന്നത് ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ അവിടെ വർക്കുകൾ വരുന്നത് 5th century AD തുടങ്ങിയിട്ട് AD 5ാം നൂറ്റാണ്ടിൽ തൊട്ട് 1066 വരെയാണ്. AD 5ാം നൂറ്റാണ്ട് തൊട്ട് 5th century AD to 1066, 1066 വരെ. As most of the literature of the period was in oral form. ഈ കാലഘട്ടത്തിലെ തുടക്ക കാലഘട്ടമല്ലേ, അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലെ എഴുതിയ സാഹിത്യമെല്ലാം ഓറൽ രൂപത്തിലായതുകൊണ്ട് തന്നെ, വായ്മൊഴി ആയതുകൊണ്ട് തന്നെ മച്ച് ഓഫ് ഇറ്റ് ഹാസ് ബീൻ ലോസ്റ്റ്, അധികവും നഷ്ടപ്പെട്ടു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയംസ് ഓഫ് ദിസ് പീരീഡ് ആർ, ഈ കാലഘട്ടത്തിലെ ഓൾഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന കാലഘട്ടം, ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കവിതകൾ ഏതൊക്കെയാ? ഒന്ന് ബിയോവൂൾഫ് ആൻഡ് വിഡ്സിത്ത്. ഈ കാലഘട്ടത്തിലെ 2 പ്രധാനപ്പെട്ട കവിതകളാണ് ബിയോവൂൾഫ് അതുപോലെ തന്നെ വിഡ്സിത്ത്. ആഫ്റ്റർ എംബ്രേസിങ് ക്രിസ്ത്യാനിറ്റി, ബ്രിട്ടനിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി വന്നതിന് ശേഷം, ഈ ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്ത്യാനിറ്റി വരുന്നത്. ഇതൊക്കെ കൃത്യമായിട്ട് ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റി വന്നതിന് ശേഷം ദ ആംഗ്ലോ സാക്സൺ പോയറ്റ്സ് ടുക്ക് അപ്പ് റിലീജിയസ് തീംസ് ഫോർ ദെയർ പോയട്രി. അപ്പൊ ക്രിസ്ത്യാനിറ്റി വന്നതിന് ശേഷം പോയറ്റുകൾ അവരുടെ കവിതകളിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കവിതകളിൽ തീമായി സ്വീകരിക്കാൻ തുടങ്ങി. ക്രിസ്ത്യാനിറ്റി വരുന്നതിന് മുൻപ് മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും കവിത എഴുതിയിരുന്ന കവികൾ ക്രിസ്ത്യാനിറ്റിയുടെ വരവിന് ശേഷം അവരെന്തു ചെയ്തു? ടുക്ക് അപ്പ് റിലീജിയസ് തീംസ് ഫോർ ദെയർ പോയട്രി. കവിതയ്ക്ക് വേണ്ടി റിലീജിയസ് തീംസ് ഉൾക്കൊണ്ട് തുടങ്ങി.
കീഡ്മോൺ ആൻഡ് സൈനി വൂൾഫ്. ആ പേരൊന്നുകൂടി പറയാം. കീഡ്മോൺ ആൻഡ് സൈനി വൂൾഫ് were two important religious poets of the period. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രണ്ട് റിലീജിയസ് പോയറ്റ്സ് ആയിരുന്നു കീഡ്മോണും അതുപോലെ തന്നെ സൈനി വൂൾഫും. ദ പോയട്രി ഓഫ് ദാറ്റ് ടൈം വാസ്, ആ കാലഘട്ടത്തിലെ, ഏതാ കാലഘട്ടം? ഓൾഡ് ഇംഗ്ലീഷ് കാലഘട്ടത്തിലെ കവിതകള്, അവയുടെ സ്വഭാവം എന്ന് പറയുന്നത് വാസ് മെലങ്കൊളിക്, ശോകമായിരുന്നു കവിതകളിൽ പ്രതിഫലിച്ചിരുന്നത്. ഇറ്റ് ഡീൽഡ് വിത്ത് ദ പ്രൈമൽ തിങ്സ് ഓഫ് ലൈഫ്, ആ കവിതകള് ഡീല് ചെയ്തിരുന്നത് പ്രൈമൽ തിങ്സ് ഓഫ് ലൈഫ്, ജീവിതത്തിലെ അടിസ്ഥാന കാര്യങ്ങൾ. പ്രൈമൽ തിങ്സ് ഓഫ് ലൈഫ്, ബേസിക് തിങ്സ് ഓഫ് ലൈഫ്, ജീവിതത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഡീല് ചെയ്തിരുന്നത്. The Anglo-Saxon period also marked the beginning of English prose. ഇംഗ്ലീഷ് പ്രോസ് തുടക്കം കുറിക്കുന്നതും ഈ കാലഘട്ടത്തിലാണ്. ആംഗ്ലോ സാക്ഷൻ പീരീഡ് അല്ലെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പീരീഡിലാണ് ഇംഗ്ലീഷ് പ്രോസിന്റെ ഉത്ഭവം. ഓൾഡ് ഇംഗ്ലീഷ് പ്രോസ് വർക്ക്സ് ഇൻക്ലൂഡ്, ഈ ഒരു ഓൾഡ് ഇംഗ്ലീഷ് പ്രോസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊണ്ടിരുന്നത്? ഓൾഡ് ഇംഗ്ലീഷ് പ്രോസ് വർക്ക്സ് ഇൻക്ലൂഡ് ലീഗൽ റൈറ്റിംഗ്സ്, മെഡിക്കൽ ട്രാക്ട്സ്, മെഡിക്കൽ റെക്കോർഡുകൾ, റിലീജിയസ് ടെക്സ്റ്റുകൾ, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻസ് ഫ്രം ലാറ്റിൻ ആൻഡ് അതർ ലാംഗ്വേജസ്. ലാറ്റിൻ അതുപോലെ തന്നെ മറ്റു ലാംഗ്വേജുകളിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, റിലീജിയസ് ഗ്രന്ഥങ്ങൾ, മെഡിക്കൽ ട്രാക്റ്റുകൾ, ലീഗൽ റൈറ്റിംഗ്സ് ഒക്കെയാണ് ആ കാലഘട്ടത്തിലെ ഓൾഡ് ഇംഗ്ലീഷ് പ്രോസിൽ ഉൾക്കൊണ്ടിരുന്നത്. ആൽഫ്രഡ് ദ ഗ്രേറ്റ് ആൻഡ് എൽഫ്രിക് were two great names associated with English prose. അപ്പോൾ ഇംഗ്ലീഷ് പ്രോസുമായിട്ട് ആംഗ്ലോ സാക്ഷൻ കാലഘട്ടത്തിലെ ഇംഗ്ലീഷ് പ്രോസുമായി ബന്ധപ്പെട്ട ടു ഗ്രേറ്റ് നെയിംസ്, ഒന്നാമത്തേത് ആൽഫ്രഡ് ദ ഗ്രേറ്റ്, രണ്ടാമത്തേത് എൽഫ്രിക്. ഇതായിരുന്നു ഇംഗ്ലീഷ് പ്രോസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് പേരുകൾ. അടുത്തത് നമ്മൾ പഠിക്കുന്നത് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ആണ്. മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, ദ മോസ്റ്റ് പോപ്പുലർ ഫോം ഓഫ് ലിറ്ററേച്ചർ ഡ്യൂറിങ് മിഡിൽ ഏജസ് വർ റൊമാൻസസ്. മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, ആ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ രൂപം എന്ന് പറയുന്നത് റൊമാൻസസ് ആയിരുന്നു. റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഭാവനയ്ക്ക്, ഇമാജിനേഷന് കൂടുതൽ പ്രാധാന്യം നൽകി എഴുതുന്ന സാഹിത്യ സൃഷ്ടികൾ. ദീസ് റൊമാൻസസ് ആർ നോട്ടബിൾ. ഈ റൊമാൻസസിന്റെ പ്രത്യേകത എന്താ? നോട്ടബിൾ ഫോർ ദെയർ സ്റ്റോറീസ് റാദർ ദാൻ ദെയർ പോയട്രി. അപ്പൊ ഈ കാലഘട്ടത്തിലെ റൊമാൻസസിൽ, ആ കാലഘട്ടത്തിലെ കവിതകളെക്കാൾ ശ്രദ്ധിക്കപ്പെട്ടത് കഥകളായിരുന്നു. സ്റ്റോറീസ് ഫർണിഷ്ഡ് ദ ചീഫ് മെന്റൽ റിക്രിയേഷൻ ഓഫ് ദ ടൈം ഫോർ പീപ്പിൾ. ആ കാലഘട്ടത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മെന്റൽ റിക്രിയേഷൻ ആയിരുന്നു കഥകള്. അപ്പൊ ആ കാലഘട്ടത്തിലെ കഥകളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു, റൊമാൻസ്, ഈ ഭാവനയുള്ള കഥകള്. ആ കഥകള് ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മെന്റൽ റിക്രിയേഷൻ, മാനസിക ഉല്ലാസം നൽകിയിരുന്നു. മോസ്റ്റ്ലി ബോറോവ്ഡ് ഫ്രം ലാറ്റിൻ ആൻഡ് ഫ്രഞ്ച് സോഴ്സസ്. ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും റൈറ്റേഴ്സ് ആശയങ്ങൾ കടം വാങ്ങിയിരുന്നത് ഫ്രഞ്ച് ലാറ്റിൻ സോഴ്സുകളിൽ നിന്നായിരുന്നു. അപ്പോൾ ഫ്രഞ്ച് ലാറ്റിൻ ലിറ്ററേച്ചറിൽ നിന്നാണ് ഇംഗ്ലീഷ് റൈറ്റേഴ്സ് മിഡിൽ ഏജസിൽ കടമെടുത്തിരുന്നത്. ഒന്നുകിൽ ഈ ഫ്രഞ്ച് ലാറ്റിൻ ലിറ്ററേച്ചർ, ആ വർക്കുകളെ ഇങ്ങോട്ട് ഇംഗ്ലീഷിലേക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവർ പകർത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻ ദ മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, മിഡിൽ ഇംഗ്ലീഷ് പീരീഡിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്
മിറാക്കിൾ പ്ലേസ് ആയിരുന്നു. അപ്പോൾ മിറാക്കിൾ പ്ലേസ് എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ആൻസർ നിങ്ങൾ എഴുതുമ്പോൾ ഇവിടെ നിങ്ങൾ അതും കൂടി ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ മൊറാലിറ്റി പ്ലേസ്, ഇന്റർലൂഡ്സ്, ഈ പറഞ്ഞ 3 സംഭവങ്ങൾ ഇത് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, 5 മാർക്കിന് ഒന്നുകൂടി ലെങ്തി ആക്കാം. അതിനുവേണ്ടി ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ആ എക്സ്പ്ലനേഷൻ ഒന്ന് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താ ഞാൻ പറയുന്നത്, ഈ കാലഘട്ടത്തിൽ മിറാക്കിൾ പ്ലേസ്, മൊറാലിറ്റി പ്ലേസ് ആൻഡ് ഇന്റർലൂഡ്സ് ബിക്കെയിം വെരി പോപ്പുലർ. ഈ 3 രൂപങ്ങളും വളരെ പോപ്പുലർ ആയത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ്സ് ഓഫ് ദ മിഡിൽ ഏജസ് വേർ. ആരൊക്കെയാണ് മിഡിൽ ഏജിലെ ഗ്രേറ്റസ്റ്റ് പോയറ്റ്സ്? ആരൊക്കെയാ? വില്യം ലാംഗ്ലാൻഡ്, ജോൺ ഗോവർ, ജോൺ വൈക്ലിഫ് ആൻഡ് ജെഫ്രി ചോസർ. അപ്പോൾ ഇവിടെ നമ്മൾ ജെഫ്രി ചോസറിൻ്റെ കാൻറ്റർബറി ടൈൽസ് ഒക്കെ നമുക്കിവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഭാഗങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സാധാരണത്തെക്കാളും ഇന്നത്തെ വീഡിയോ ലെങ്ത് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നമ്മളെ പേപ്പറിൻ്റെ പേര് മറക്കണ്ട. നമ്മളെ പേപ്പറിൻ്റെ പേരാണ് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഇംഗ്ലീഷിൻ്റെ കോർ പേപ്പറാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ ഓൾ.